ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ആക്ച്വലി ഞാൻ വളരെ സന്തോഷത്തോടെ വീഡിയോ ചെയ്യുന്നത്, കാരണം വേറെ ഒന്നല്ല, നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ ഫൈനലി ഹോണ്ട ഇലക്ട്രിക് സെഗ്മെന്റിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ കൺഫേംഡ് ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നോക്കാൻ പോകുന്നത് എന്നിറങ്ങും, അതിൻ്റെ പ്രൈസ്, അതിൻ്റെ സ്പെക്ക്, എല്ലാ കാര്യവും ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ ഏറെ നാളായിട്ട് എല്ലാവരും കാത്തിരുന്നൊരു അപ്ഡേറ്റ് ആണ് ഹോണ്ടയുടെ ഭാഗത്ത് നിന്ന് ഇലക്ട്രിക് വണ്ടി എന്ന് ഇന്ത്യയിൽ ഇറങ്ങും എന്നുള്ളത്. പുറം രാജ്യങ്ങളിൽ ഓൾറെഡി ഉണ്ട്, പക്ഷേ ഇന്ത്യയിൽ എന്ന് ഇറങ്ങും എന്നുള്ള കാര്യം കൺഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും കൺഫേം ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. അപ്പോൾ വീഡിയോ പോകുന്ന മുന്നായിട്ട് എല്ലാ തവണ ഞാൻ പറയാറുള്ള പോലെ തന്നെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങളെ ബെല്ലൈക്കൺ പ്രസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. ഇപ്പോൾ ധാരാളം ന്യൂസാണ് EV സെഗ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് എല്ലാ ദിവസവും വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. ഇന്ത്യക്കാർക്ക് ഹോണ്ടയിലുള്ള വിശ്വാസം നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രയ്ക്കൊരു ഫേമസ് ആയ ബ്രാൻഡാണ് ഹോണ്ട. കാരണം വേറെ ഒന്നുമില്ല, ആഫ്റ്റർ സെയിൽ സർവീസ് ആയിക്കോട്ടെ, ഇത്രയും റിലയബിൾ ആയിട്ടുള്ള ബ്രാൻഡ് വേറെ IC എഞ്ചിൻസ് ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ആയിട്ടുള്ള വണ്ടിയാണ് ഹോണ്ട ആക്റ്റീവ. പക്ഷേ എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് ഹോണ്ട ഇലക്ട്രിക് സെഗ്മെന്റിൽ വരുന്നില്ല എന്നുള്ള കുറേ നാളായിട്ട് ആൾക്കാരുടെ ചോദ്യമായിരുന്നു. അപ്പോൾ എന്തായാലും ചോദ്യത്തിന് ആൻസർ ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി വന്നിട്ട് സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിൻ്റെ 64ാമത്തെ ആനുവൽ കോൺഫറൻസ് ഡൽഹിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഹോണ്ടയും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോണ്ടയുടെ CEO ആ ഫംഗ്ഷനിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് മീഡിയ ആയിട്ട് സംസാരിച്ച ഇൻട്രാക്ഷനിൽ CEO കൺഫേം ചെയ്തിട്ടുണ്ട്. ഇവിടെ ചോദിച്ചു എന്നാണ് വണ്ടി ഇറങ്ങാമെന്ന് ചോദിച്ചപ്പോൾ ഹോണ്ടയുടെ CEO ഒഫീഷ്യലി കൺഫർമേഷൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, മാർച്ച് 2025 ഹോണ്ടയുടെ ആദ്യത്തെ വണ്ടി ഇന്ത്യയിൽ ഇറങ്ങുമെന്നാണ് പുള്ളി പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം റൂമേഴ്സാണ് ഹോണ്ടയുടെ ഭാഗത്ത് വന്നുകൊണ്ടിരുന്നത്. ഇന്നിറങ്ങും, നാളെ ഇറങ്ങുന്ന കുറേ റൂമേഴ്സ് നമ്മൾ കണ്ടു. പക്ഷേ ഇതല്ല, കൺഫേം ന്യൂസാണ്. ഹോണ്ടയുടെ CEO ഡയറക്റ്റ്ലി പറഞ്ഞിരിക്കുകയാണ് മാർച്ച് 2025 വണ്ടി ഇറങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ ബേസ് നോക്കുകയാണെങ്കിൽ അത് പറഞ്ഞിരിക്കുന്നത് ഹോണ്ട ആക്റ്റീവ, അതായത് ഏറ്റവും ടോപ്പ് സെല്ലിംഗ് വണ്ടി, IC എഞ്ചിനിലെ ടോപ്പ് സെല്ലിംഗ് വണ്ടി എന്നുള്ള ഹോണ്ട ആക്റ്റീവയാണ്. അപ്പോൾ ആക്റ്റീവയുടെ അതേ ഒരു പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വരിക, അതേ ഡയമെൻഷൻസും അതേ ഡിസൈനിലാണ് വരുന്നത്. പക്ഷേ ചെറിയ മാറ്റം ഉണ്ടാവുമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. വേറെ കാര്യമുള്ളത്, പ്രൈസ് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞത് 1 ലക്ഷം രൂപ മുതൽ 1,20,000 രൂപ സെഗ്മെന്റിലാണ് വരുന്നത്. ഇതൊരു അപ്രോക്സിമേറ്റ് റേറ്റ് ആണ്. ഈ ഒരു സെഗ്മെന്റ് അവർ ടാർഗറ്റ് ചെയ്യുന്നതാണ് പുള്ളി പറഞ്ഞത്. അതിൽ വേറെ കാര്യം നോക്കാൻ മനസ്സിലാക്കാൻ സാധിച്ചത്, ഇപ്പം നിലവിൽ വന്നിട്ട് TVSന്റെ iQube ഉണ്ട്, അതുപോലെ ബജാജിന്റെ ചേതക് ഉണ്ട്. അപ്പോൾ ആ ഒരു സെഗ്മെന്റിലേക്കാണ് ഹോണ്ട അവിടെ ആദ്യത്തെ വണ്ടി ഇന്ത്യയിൽ ഇറക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇലക്ട്രിക് സെഗ്മെന്റ് വളരെയധികം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഏറ്റവും നല്ല പ്രൈസ് സെഗ്മെന്റ് ആണ് 1 ലക്ഷം രൂപ മുതൽ 1,20,000 രൂപ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഗ്രോത്ത് വരാനുള്ള ചാൻസ് ആണ് ഹോണ്ടയെ കാണുന്നത്. ആൾക്കാർക്കുള്ള വിശ്വാസം ഹോണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ റിലയബിൾ ആയിട്ടുള്ള ബ്രാൻഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ക്ലിക്ക് ആകാനാണ് ചാൻസ്. അപ്പോൾ എന്തായാലും അടുത്ത വർഷം മാർച്ച് 25 വണ്ടി ലോഞ്ച് ആവുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിനൊപ്പം തന്നെ വേറെ കാര്യം അറിയാൻ സാധിച്ചത്, ഇത് വന്നിട്ട് ഈ വണ്ടിക്കകത്ത് അധികം അഡ്വാൻസ് ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് ബേസിക് വണ്ടി ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് വണ്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അധികം ഫീച്ചേഴ്സ് ഒന്നും വേണ്ട. എന്ന് വെച്ചിട്ട് ഒട്ടും ഫീച്ചേഴ്സ് ഉണ്ടാകത്തില്ല എന്നും പറയുന്നില്ല, മിനിമം എസെൻഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഡിജിറ്റൽ കൺസോൾ ആയിരിക്കും, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ടാവും, നമുക്ക് ഫുൾ LED സെറ്റപ്പ് ആയിരിക്കും, ഡിസ്ക് ബ്രേക്ക് ഉണ്ടാവും. അപ്പോൾ മിനിമം എസെൻഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം വണ്ടിക്കകത്ത് ഉണ്ടാവും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഇറക്കിയ സമയത്ത് ഇത് തന്നെയായിരുന്നു. അധികം ടെക്നിക്കൽ അഡ്വാൻസ്ഡ് വണ്ടിയൊന്നും അല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും സെയിൽസ് ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ 3ാം സ്ഥാനത്തും ഈ അടുത്ത മാസം 2ാം സ്ഥാനത്ത് വരാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള വണ്ടിയാണ് ബജാജ് ചെയ്തേക്ക്. അപ്പം ആൾക്കാർക്ക് വേണ്ടത് വെച്ചിട്ട് ടെക്നിക്കൽ ഫീച്ചേഴ്സ് ഒന്നും അല്ല, റിലയബിളായിട്ട് വണ്ടിയാണ് എല്ലാവർക്കും വേണ്ടത്. ഇപ്പോൾ ഓലയുടെ കേസ് നമുക്ക് അറിയാം. അപ്പോൾ അത് കാരണം റിലയബിളായിട്ട് വണ്ടി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ വണ്ടി അഡ്വാൻസ് ബുക്ക് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു പ്രാക്ടിക്കൽ വെഹിക്കിളായിരിക്കും, ഒരു ഹൈഫൈ വെഹിക്കിളൊന്നും ആയിരിക്കത്തില്ല. അതായത് ഓല ഏതൊരു പോലത്തെ ഹൈഫൈ വെഹിക്കിൾസ് ഒന്നും ആയിരിക്കത്തില്ല. ഒരു പ്രാക്ടിക്കൽ വെഹിക്കിളായിരിക്കും, ബജാജ് ചേതക് പോലെ ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ വേറെ കാര്യമുള്ളത് ആഫ്റ്റർ സെയിൽ സർവീസ് ആണ്. അപ്പോൾ ഹോണ്ട കേസ് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഹോണ്ടയുടെ ആഫ്റ്റർ സെയിൽ സർവീസ്. അപ്പോൾ തീർച്ചയായിട്ടും അത് കാരണം നല്ലൊരു സർവീസ് ഹോണ്ട കാഴ്ചവെക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി വന്നിട്ട് ഓലയുടെ ഭാഗത്തുനിന്ന് ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും സോഷ്യൽ മീഡിയയിൽ. ഒരു കസ്റ്റമർ വന്നിട്ട് ഒരു ഷോറൂം കത്തിക്കുന്ന വീഡിയോ, അതുപോലെ സ്വന്തം വണ്ടി കത്തിച്ച് കളയുന്ന വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആഫ്റ്റർ സെയിൽ സർവീസിൽ ഓല വളരെ ലാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്ക് ആക്ച്വലി ഹോണ്ടയിൽ വരികയാണ് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഓലയുടെ കേസ് നമുക്ക് അറിയില്ല എങ്ങനെയാണ് ഫ്യൂച്ചറിലുള്ളത്. സെയിൽസ് ഒക്കെ വളരെ ഡ്രോപ്പായി തുടങ്ങിയിട്ടുണ്ട്. 33% കഴിഞ്ഞ മാസം സെയിൽസ് കുറവാണ് ഓലയുടെ കേസിൽ. ആഫ്റ്റർ സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ എക്സാമ്പിളാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഹോണ്ട അങ്ങനത്തെ അവസ്ഥ വരത്തില്ല നമുക്ക് പ്രതീക്ഷിക്കാം. ഹോണ്ടയുള്ള വിശ്വാസം അങ്ങനെയാണ്. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, ആക്ച്വലി നമുക്ക് വേണ്ട പ്രാക്ടിക്കൽ വണ്ടി തന്നെയാണ്. നമുക്ക് അധികം ടെക്നിക്കൽ അഡ്വാൻസ് ഫീച്ചേഴ്സ് ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മളെല്ലാവരുടെയും ഫോൺസ് ഉണ്ട്, മൊബൈൽ ഫോണുണ്ട്, അത് വെച്ച് നമുക്ക് ഓൾമോസ്റ്റ് കവർ ചെയ്യാൻ പറ്റും എല്ലാ ഫീച്ചേഴ്സും. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുള്ളൂ. പക്ഷേ നമുക്ക് വേണ്ടത് റിലയബിൾ വണ്ടിയാണ്, നല്ല ആഫ്റ്റർ സർവീസും വേണം. ഇത് രണ്ടുമാണ് നമുക്ക് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മിക്ക ആൾക്കാർ ലോണൊക്കെ എടുത്തിട്ടാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് EMI അടക്കുന്ന സമയത്ത് നമുക്ക് വണ്ടി സ്വന്തം ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരെയാണ്. തീർച്ചയായിട്ടും ആൾക്കാർക്ക് ദേഷ്യം വരും. അപ്പോൾ അതിൻ്റെ റീസണാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർ കണ്ടത് അത് തന്നെയാണ്, ഷോറൂം കത്തിക്കുന്നു, സ്വന്തം വണ്ടി കത്തിക്കുന്നു, എല്ലാം കണ്ട റീസൺ അത് തന്നെയാണ്. അപ്പോൾ ആരും കുറ്റം പറയാൻ പറ്റത്തില്ല. ആൾക്കാരുടെ ഒരു അവസ്ഥ അങ്ങനെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും ഹോണ്ടയ്ക്ക് അങ്ങനത്തെ അവസ്ഥയിൽ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും മാർച്ച് 2025 ഹോണ്ട അങ്ങനെ ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ എന്താ വീഡിയോ ഇഷ്ടപ്പെടുന്നിരിക്കുന്നു, ഇഷ്ടപ്പെടാത്ത തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്നാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇട്ട് മറിയാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.